ഈ ജയിൽ ചാട്ടം അവൻ്റെ ഒടുക്കത്തിനുള്ള ചാട്ടമായി പോയി. ഏത് സമയത്താണോ എന്തോ എനിക്ക് ജയിൽ ചാടാൻ തോന്നിയത് എന്ന് പറഞ്ഞ് ഇപ്പം സ്വയം ശവിക്കുകയായിരിക്കും ഗോവിന്ദചാമി. വിയ്യൂർ ജയിലിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കും ഗോവിന്ദചാമി. അവിടെ പോലീസ് കട്ടക്കലിപ്പിലാണ്. കാരണം ജയിൽ ചാടിയ ഗോവിന്ദചാമി പോലീസിന് ഒന്നാകെയാണ് നാണം കെടുത്തിയത്. ചാമിയെ പിടിച്ച നാട്ടുകാർക്ക് നന്ദി എന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിട്ട് ആഘോഷം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാക്കി ഊരി ഏമാന്മാർ ചിറയ്ക്കാൻ പോകുന്നതായിരിക്കും നല്ലതെന്ന ആക്ഷേപത്തിൽ പൊള്ളി നിൽക്കുകയാണ് കേരള പോലീസ്. വിയ്യൂരിൽ ഘടാഘടിയന്മാർ ചാമിയെടുത്ത് ഒരു റൗണ്ട് പൊതിച്ചു എന്നാണ് സൂചന. നടയടി കണക്കിന് കിട്ടിയിട്ടുണ്ട് ഒറ്റക്കയ്യന്. ഇയാളെ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക പോലീസ് സംഘത്തെ തയ്യാറാക്കിയിരിക്കുകയാണ്. വിയ്യൂരിലേക്ക് പോകേണ്ട, തിരുവനന്തപുരത്തേക്ക് മാറ്റിയാൽ മതി എന്ന ഗോവിന്ദസ്വാമിയുടെ കരച്ചിലും ബഹളവുമായിരുന്നു. ജയിലിൽ സെല്ലിൽ അള്ളിപ്പിടിച്ച് കിടപ്പായിരുന്നു എന്നൊക്കെയാണ് കേട്ടത്. വിയ്യൂരിലേക്കില്ല, തിരുവനന്തപുരത്തേക്ക് മാത്രം മതി മാറ്റം എന്ന് അവൻ പറയുന്നത് പോലെ കൊണ്ടുപോകാൻ അവൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് ടൂർ പോകുകയാണല്ലോ എന്നായിരുന്നു മലയാളികൾ കമൻ്റ് ചെയ്ത് രോഷം പ്രകടിപ്പിച്ചത്. എന്തായാലും വിയ്യൂരിൽ ഗോവിന്ദചാമിയെ കാത്തിരിക്കുന്നത് അവൻ്റെ ദുസ്വപ്നങ്ങളിൽ പോലും കാണാത്ത ഒരു വിധിയായിരിക്കും എന്നാണ് പുതിയ റിപ്പോർട്ട്. കേരള പോലീസ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇത്തവണ. ഗോവിന്ദചാമിയെ മര്യാദ പഠിപ്പിക്കാൻ വിയ്യൂർ ജയിലിലെ പോലീസ് ഏമാന്മാർ മൂന്നാം മുറയുടെ കൺവെൻഷണൽ നോംസ് എല്ലാം തെറ്റിച്ച് ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴിയിലൂടെ ഭ്രാന്തനെ പോലെ സഞ്ചരിക്കും എന്നൊക്കെയാണ് കേൾക്കാൻ കഴിയുന്നത്. ഒന്നുകിൽ ഇതോടെ ഗോവിന്ദചാമി മാനസാന്തരപ്പെട്ട് വല്ല നോവലോ കവിതയോ ഒക്കെ എഴുതി ദൈവ വഴിക്ക് പോകും, ഇല്ലെങ്കിൽ ഉടലോടെ സ്വർഗത്തിൽ പോകും എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. ഇവിടെ നല്ലൊരു ബിരിയാണി കിട്ടാനുണ്ടോ? മടുത്തു ഈ ജീവിതം. കേരളത്തെ നടുക്കിയ ഒറ്റക്കൈയ്യൻ ക്രിമിനൽ ജയിൽ ചാടാൻ കാരണമായത് പോലീസിനോട് പറഞ്ഞത് ഇതാണ്. പരോളില്ലാത്ത ജയിൽവാസം ശരിക്കും മടുപ്പിച്ചുവെന്നും അതുകൊണ്ടാണ് റിസ്ക് എടുത്ത് ജയിൽ ചാടിയതെന്നുമായിരുന്നു ഗോവിന്ദചാമി പോലീസിനോട് പറഞ്ഞത്. എങ്ങനെയെങ്കിലും തമിഴ്നാട്ടിൽ പോയി ജീവിക്കുക എന്നായിരുന്നു ലക്ഷ്യമെന്നും ചാമി വെളിപ്പെടുത്തി. 5 വർഷമായി ജയിലിൽ കിടക്കുന്നു. ബലാത്സംഗം മാത്രമാണ് ചെയ്തത്. ഒരു തവണ പോലും പരോൾ അനുവദിച്ചില്ല എന്നും ഗോവിന്ദചാമി പരാതിപ്പെട്ടിട്ടുണ്ട്. 3 തവണ ജയിൽ ചാടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പോലീസിന് നൽകിയ മൊഴിയിലുണ്ട്. ഗോവിന്ദചാമി പോലീസിന് നൽകിയ മൊഴി കേട്ട് കിളി പോയി നിൽക്കുകയാണ് മലയാളി ഒന്നടങ്കം. 6 മാസം മാത്രമേ ജയിൽ ചാട്ടത്തിന് ശിക്ഷയുള്ളൂ എന്നതും ജയിൽ ചാടാൻ പ്രേരണയായി എന്ന് പ്രതി പറയുന്നുണ്ട്. പിടിക്കപ്പെടുമെന്ന് അറിയാമായിരുന്നു, എന്നിട്ടും ചാടിയത് ജയിൽ മാറ്റത്തിന് വേണ്ടിയാണെന്ന് ഗോവിന്ദചാമിയുടെ മൊഴി ഉണ്ടെന്ന് ഒരു സൂചന പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെത്താൻ ചാമി നടത്തിയ നാടകമായിരിക്കാം ഈ ചാട്ടമെന്ന് ചില പോലീസുകാരും അന്ന് തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. തിരുവനന്തപുരം ജയിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ടെന്ന് സഹതടവുകാരൻ ചാമിയോട് പറഞ്ഞത്രേ. പൂജപ്പുരയിൽ നിന്ന് ചാടാൻ ഇത്ര റിസ്ക് ഇല്ലെന്നും സഹതടവുകാരൻ്റെ ഉപദേശം കേട്ട് ആ കാലം തൊട്ട് പൂജപ്പുരയായിരുന്നു ചാമിയുടെ ലക്ഷ്യം. തിരുവനന്തപുരത്തേക്ക് തന്നെ മാറ്റാൻ വേണ്ടി അക്രമാസക്തനാകുകയും ഭക്ഷണം വാരിയെറിയുകയും പോലീസിന് നേരെ വിസർജ്യം അറിയുകയും ചെയ്തിട്ടുണ്ട് മുൻപ് പലതവണ ഗോവിന്ദചാമി. ഒടുക്കം കളിച്ച കളി കാര്യമായി കൊണ്ടിട്ടത് വിയ്യൂരിലെ ഇരുട്ടറയിൽ. ഈ സൈക്കോയ്ക്ക് അവിടുത്തെ അന്തരീക്ഷം ഭ്രാന്ത് പിടിപ്പിക്കും. കണ്ണൂർ ജില്ലയിൽ കാണിച്ച വിളച്ചിൽ വിയ്യൂർ എടുത്താൽ നട്ടല് ചവിട്ടി ഒടിക്കും പോലീസുകാർ. അക്രമാസക്തനായി വിസർജ്യം എടുത്തെറിഞ്ഞാൽ അവനെ കൊണ്ട് തന്നെ അത് തീറ്റിക്കും അവിടുത്തെ ജയിലധികാരികൾ. മേലധികാരികളുടെ വായിലിരിക്കുന്നതെല്ലാം കേട്ട് കലിയിളകി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പോലീസുകാരാണ് വിയ്യൂരിൽ ഡ്യൂട്ടിയുള്ളത്. അധികാരികളോട് കാണിക്കാൻ പറ്റാത്ത ചൊരുക്ക് മുഴുവൻ തടവുകാരോട് തീർക്കും ഇവിടുത്തെ ഏമാന്മാർ. അടികൊണ്ട് അട്ട ചുരുളും പോലെ ചുരുളും ഗോവിന്ദചാമി. സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രിസനാണ് വിയ്യൂർ. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ നിർമ്മിച്ച ജയിലിൽ 600 തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ഇതിന് 192 സെല്ലുകളുണ്ട്. 9 ഏക്കർ സ്ഥലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കോട് കൂടിയ 3 നില കെട്ടിടത്തിലാണ് ജയിൽ സ്ഥിതി ചെയ്യുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജയിലിൽ ബാഗേജ് സ്കാനർ, ബയോമെട്രിക് ഫിംഗർ പ്രിന്റ്, ലോക്ക് സംവിധാനം എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റ് സെല്ലുകളിലെ തടവുകാർ പരസ്പരം കാണാത്ത രീതിയിലാണ് സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ മുറികളിലും CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ 300-ലധികം കൊടും കുറ്റവാളികളാണ് ജയിലിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. 6 തടവുകാർക്ക് ഒരു വാർഡൻ എന്ന അനുപാതത്തിൽ നിയമനങ്ങൾ നടത്തണമെന്നാണ് ചട്ടം. കണ്ണൂർ ജയിലിൽ സ്വാതന്ത്ര്യമില്ലെന്ന് കരഞ്ഞു വിളിച്ചായിരുന്നു ഗോവിന്ദചാമി കഴിഞ്ഞിരുന്നത്. ജയിൽ മാറ്റത്തിന് വേണ്ടി ചില്ലറ തരികിടയൊന്നുമല്ല കാണിച്ചു കൂട്ടിയത്. ഒടുക്കം വിയ്യൂർ എന്ന് കേട്ടപ്പോഴേ പണിവാളി. വിയ്യൂരിൽ ഏകാന്ത തടവുകാരനാണ് ഗോവിന്ദചാമി. ഒരു മുറിയിൽ തനിച്ച് മറ്റാരെയും കാണാതെ പുറത്തിറങ്ങാനാകാതെ കിടക്കണം. പക്ഷേ ഈ സൈക്കോയുടെ രീതികൾ വിയ്യൂരിൽ പറ്റില്ല. ലൈംഗികാസക്തി വളരെ കൂടുതലാണ് ചാമിക്ക്. മറ്റുള്ളവരെ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും മാസ്റ്റർബേഷൻ ചെയ്യുകയും അതിലൊക്കെ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന പ്രത്യേകതരം സൈക്കോപാത്താണ്. ഒറ്റമുറിക്കുള്ളിലെ ജീവിതം ഇയാളെ കൂടുതൽ ഭ്രാന്തനാക്കും. വയലൻ്റായി അക്രമം കാട്ടിയാൽ പോലീസിൻ്റെ ചവിട്ടും കിട്ടും. ചുരുക്കി പറഞ്ഞാൽ എരുതിയിൽ നിന്ന് വറുചട്ടിയിലേക്ക് ആണ് ചാമി വന്ന് വീണിരിക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ല ഗോവിന്ദചാമിയെ കാത്തിരിക്കുന്ന ഒടുക്കത്തെ പരീക്ഷണം. ദുസ്വപ്നങ്ങളിൽ പോലും കാണാത്ത ഒന്ന് ആദ്യമേ പറഞ്ഞില്ലേ, അത് തന്നെയാണ്. കൂടെ ഒരു തടവുകാരനെ പാർപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അയാൾക്ക് ഈ സെല്ലിൽ കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം ഗോവിന്ദചാമി ഏതൊക്കെ രീതിയിൽ ഇയാളെ ഉപദ്രവിക്കും എന്നുള്ളത് അറിയാൻ കഴിയില്ല. ലൈംഗിക ആസക്തി മൂക്കുമ്പോൾ വേണമെങ്കിൽ അയാളെ കടന്നു പിടിക്കാനും മടിക്കാത്തവനാണ് ഗോവിന്ദചാമി. ജീവൻ പണയം വെച്ച് അങ്ങനെ കഴിയാൻ തയ്യാറായ ആരും വരില്ല എന്നുള്ളതാണ്.
ഇത് വിയ്യൂർ പോലീസിന് വേണ്ടപ്പെട്ട എന്നാൽ വിശ്വസ്തനായ ഒരാളായിരിക്കും ഗോവിന്ദസ്വാമിയുടെ സെൽമേറ്റായി വരുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഗോവിന്ദസ്വാമിയെ പാർപ്പിച്ചിരിക്കുന്ന GF ബ്ലോക്കിൽ തന്നെയാണ് കൊടും ക്രിമിനലുകളായിട്ടുള്ള സീരിയൽ കില്ലർ റിപ്പർ ജയാനന്ദനും ചെന്താമരയും ഉള്ളത്. താഴത്തെ നിലയിലെ GF1 ഗോവിന്ദസ്വാമിയെ പാർപ്പിച്ചിരിക്കുന്നത്. ചെന്താമരയെ ഓർമ്മയില്ലേ? 2019 പാലക്കാട് നെന്മാറയിൽ സജിത എന്ന അയൽവാസിയെ അതിക്രൂരമായി കൊന്ന് ജാമ്യത്തിലിറങ്ങി സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൂടി വകവരുത്തിയ കൊടും ക്രിമിനൽ. പിന്നെ റിപ്പർ ജയാനന്ദൻ എന്ന പേര് മലയാളി അത്ര പെട്ടെന്നൊന്നും മറക്കില്ലല്ലോ. 7 കൊലപാതകങ്ങൾ ഉൾപ്പെടെ 25 ക്രിമിനൽ കേസുകളുള്ള കേരളത്തിന് വിറപ്പിച്ച സീരിയൽ കില്ലർ. സ്വർണത്തിനും പണത്തിനും വേണ്ടി ആരെയും നിഷ്ഠൂരം കൊന്നു തള്ളിയിരുന്ന 2 തവണ ജയിൽ ചാടിയ കൊടും ക്രിമിനൽ. ഇതിൽ ജയാനന്ദൻ ഇപ്പോൾ നല്ല നടപ്പിലാണ്. കഥയും കവിതയും നോവലെഴുത്തും ഒക്കെയാണ് ഇപ്പോൾ പുള്ളിയുടെ പ്രധാന ജോലി. 2 വർഷം മുൻപ് തൻ്റെ പുസ്തക പ്രകാശനത്തിന് പരോൾ ലഭിച്ചിരുന്നു ഇയാൾക്ക്. ഇതിൽ ജയാനന്ദനായിരിക്കും ഗോവിന്ദസ്വാമിയുടെ സെല്ലിൽ വരുന്നത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. ജയിൽ ചാടാനുള്ള പ്രചോദനം ചാമിക്ക് കിട്ടിയത് ജയാനന്ദൻ്റെ കഥകളിൽ നിന്നാണ്. അതേ രീതിയുമാണ് ചാമി പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ പ്രചോദന പുരുഷന്റെ ഒപ്പം താമസിക്കാനുള്ള അസുലഭ അവസരം കൂടിയാണ് ചാമിക്ക് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. അവിടെ ചാമിയുടെ വേലത്തരങ്ങൾ കാണിച്ചാൽ ചാമിയുടെ മറ്റേ കൈയിൻ്റെ കാര്യത്തിൽ കൂടെ തീരുമാനമാകും. ചിലപ്പോൾ അതിനും മുകളിലും സംഭവിച്ചേക്കാം. ഇല്ലെങ്കിൽ ചാമിയും കഥയും കവിതയും നോവലും ഒക്കെ എഴുതി നല്ല നടപ്പിലേക്ക് വന്നേക്കാം. കനത്ത സുരക്ഷയിലാണ് ഗോവിന്ദസ്വാമിയെ വിയ്യൂരിലേക്ക് കൊണ്ടുവന്നത്. സായുധ സേനയുടെ അകമ്പടിയോടെയായിരുന്നു യാത്ര. ഏതായാലും അങ്ങനെ ഒരാളെ സെല്ലിലേക്ക് മാറ്റുന്നത് ഗോവിന്ദസ്വാമിയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ജയിൽ ഉദ്യോഗസ്ഥരുടെ റൂമിന് സമീപത്താണ് ഈ സെല്ല്. വിയ്യൂരിൽ നിന്ന് തല്ല് കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് എന്തെങ്കിലും വേലത്തരം ഗോവിന്ദസ്വാമി പുറത്തെടുക്കും. തല്ല് കൊള്ളാതിരിക്കാൻ മുൻപും കുരുട്ട് ബുദ്ധികൾ പയറ്റിയിട്ടുണ്ട് ചാമി. എന്നെ പോലീസിന് കൈമാറുന്നതിന് മുമ്പും തിരിച്ചു കൊണ്ടുവരുന്നതിന് ശേഷവും എക്സ്റേ എടുക്കണം. പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റിനോട് ഗോവിന്ദസ്വാമി ഈ ആവശ്യം ഉന്നയിച്ചത് 14 വർഷം മുൻപാണ്. കസ്റ്റഡിയിൽ മർദ്ദനമേൽക്കാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു ഈ ആവശ്യം. ഏതെങ്കിലും ഒരു കുറ്റവാളി കോടതിയിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണെന്ന് അന്ന് കോടതി മുറിയിൽ ഉണ്ടായിരുന്ന റിട്ടയർഡ് SI മുഹമ്മദ് അഷ്റഫ് പറയുന്നു. ഗോവിന്ദസ്വാമിയെ പൂട്ടാൻ 6 വർഷം സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയ അഷ്റഫ് ജയിൽ ചാട്ട വാർത്തയുടെ നടുക്കത്തിലാണ്. യുവതിയെ കൊന്ന കേസിൽ നീതി ഉറപ്പാക്കാൻ 7000 പേജുള്ള കേസ് ഫയലുമായി വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ കയറിയിറങ്ങിയ ഉദ്യോഗസ്ഥനാണ് അഷ്റഫ്. FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ കേസിന്റെ അന്വേഷണത്തിൽ പങ്കാളിയായി. കുറ്റപത്രം തയ്യാറാക്കിയ ശേഷം സെഷൻസ് കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറെ സഹായിക്കാൻ അഷ്റഫിനെ നിയോഗിച്ചു. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഗോവിന്ദസ്വാമി അപ്പീൽ പോയപ്പോൾ അറ്റോർണി ജനറലുടെ സഹായിയായി അഷ്റഫിനെ സർക്കാർ നിയോഗിച്ചു. തെളിവെടുപ്പിനിടെ ഭക്ഷണകാര്യത്തിൽ ഗോവിന്ദസ്വാമിയുടെ നിർബന്ധങ്ങൾ തലവേദനയായിരുന്നുവെന്നും അഷ്റഫ് ഓർക്കുന്നു. ബിരിയാണി വേണമെന്ന് നിർബന്ധം പിടിക്കും, കിട്ടിയില്ലെങ്കിൽ സഹകരിക്കില്ല. വിചാരണ കോടതിയിൽ വിധി വരുന്ന ദിവസമാണ് ഗോവിന്ദസ്വാമി അവസാനമായി കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 2022 സർവീസിൽ നിന്ന് വിരമിച്ച അഷ്റഫ് പോലീസ് അക്കാദമിയിൽ സൗമ്യ വധക്കേസിനെ കുറിച്ച് ക്ലാസ് എടുക്കാറുണ്ട്. ഗോവിന്ദസ്വാമി ജയിൽ ചാടി എന്ന വാർത്ത ഞെട്ടലുണ്ടാക്കിയെന്ന് കോടതിയിൽ സാക്ഷിമൊഴി നൽകിയ TB മൊയ്തീൻ കുട്ടിയും പറഞ്ഞിട്ടുണ്ട്. 2011 ഫെബ്രുവരിയിൽ ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട് പീഡിപ്പിക്കുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്ത കേസിൽ പ്രതിയായ ഗോവിന്ദസ്വാമിക്കെതിരെയുള്ള കേസിൽ മൊഴി നൽകിയ സാക്ഷികളിൽ ഒരാളാണ് കലാമണ്ഡപത്തിന് സമീപം താമസിക്കുന്ന തെക്കേ കരമേൽ വീട്ടിൽ മൊയ്തീൻ കുട്ടി. സംഭവം നടന്ന അന്ന് വൈകിട്ട് യുവതി ട്രെയിനിൽ നിന്ന് വീണതറിഞ്ഞ് സ്ഥലത്തെത്തിയ മൊയ്തീൻ കുട്ടിയാണ് സംഭവ സ്ഥലത്ത് നിന്ന് തനിക്ക് ലഭിച്ച യുവതിയുടെ ബാഗും വിവരങ്ങളും അടങ്ങുന്ന രേഖകളും പോലീസിന് കൈമാറിയത്. പിന്നീട് സാക്ഷിമൊഴി നൽകിയതോടെ കോടതിയിൽ പലവട്ടം ഗോവിന്ദസ്വാമിയെ അഭിമുഖീകരിക്കേണ്ടി വന്നുവെന്നും കുടുംബത്തോട് താമസിക്കാൻ തനിക്ക് ഭീതി ഉണ്ടാക്കിയെന്നും മൊയ്തീൻ കുട്ടി പറഞ്ഞു. ഗോവിന്ദസ്വാമി ജയിൽ ചാടിയെന്നറിഞ്ഞോടെ വലിയ തീയാണ് തൻ്റെ നെഞ്ചിൽ ഉണ്ടായെന്നും പിന്നീട് പിടിക്കപ്പെട്ടതോടെയാണ് തനിക്ക് സമാധാനമായെന്നും മൊയ്തീൻ കുട്ടി പ്രതികരിച്ചിരുന്നു. എന്നാൽ എന്തായാലും വിയ്യൂരിൽ ഗോവിന്ദസ്വാമിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിയ്യൂർ ജയിലിനെ കുറിച്ച് അറിയാവുന്നവർ വ്യക്തമാക്കുന്നത്. കാരണം അത്ര നിസ്സാരം അല്ല ഈ ജയിൽ. കൊടും ക്രിമിനലുകളൊക്കെ വിഹരിക്കുന്ന കോട്ടയായതുകൊണ്ട് തന്നെ അവരെ മെരുക്കാൻ കഴിവുള്ളവരെ തന്നെയാണ് വിയ്യൂരിൽ നിയോഗിച്ചിരിക്കുന്നതും. ഗോവിന്ദസ്വാമിയുടെ ഒറ്റക്കൈയൻ കളികൾ ഇനി അവിടെ നടപ്പാകുമോ ഇല്ലയോ എന്നാണ് ഇനി അറിയേണ്ട കാര്യം. എന്തായാലും അടി കിട്ടുന്ന കാര്യത്തിൽ ഒരു മയവും ഗോവിന്ദസ്വാമിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.